അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കിയത് ഉള്ളിവടയാണ് കേട്ടോ. അപ്പോൾ ഉള്ളിവട എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയണതാണ്, എല്ലാവരും കഴിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് കാണിച്ചു തരാം കേട്ടോ. അതിനായിട്ട് ഞാൻ 3 വലിയ സബോളയാണ് എടുത്തത്. അതിങ്ങനെ നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞു. അതിലേക്ക് 2 ടീസ്പൂൺ ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞതും പൊടിയായിട്ട് അരിഞ്ഞ പച്ചമുളക് ഒരു 5 എണ്ണം ഇട്ടു. അതൊക്കെ എരിവിനനുസരിച്ചിട്ട് നമ്മൾ ചേർക്കുക. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി, പിന്നെ ഉപ്പ് ആവശ്യത്തിന്, പിന്നെ കറിവേപ്പില. ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് കുഴയ്ക്കുക. അതിലെ വെള്ളമൊക്കെ ഇങ്ങനെ പുറത്ത് വരണം, സബോളയിലത്തെ ജ്യൂസൊക്കെ ഇങ്ങനെ വന്ന് ഇരിക്കണം. കാരണം അതിൽ നമുക്ക് പൊടി ചേർക്കേണ്ടതല്ലേ. ഇതൊരു 10 മിനിറ്റ് മൂടി വയ്ക്കുക. അതിന് ശേഷം നമ്മൾ തുറന്നിട്ട് അതിലേക്ക് 1/4 കപ്പ് മൈദ, 1/4 കപ്പ് കടലമാവ്, പിന്നെ ഒരു 3 ടീസ്പൂൺ ഇഡലി ദോശയുടെ മാവ് കേട്ടോ. ഇനിയിപ്പോൾ ഇഡലി ദോശയുടെ മാവ് ഇല്ലാത്ത സമയത്താണെങ്കിൽ അത് ചേർക്കണ്ട, ഉണ്ടെങ്കിൽ എടുത്ത് ചേർക്കണത് കുറച്ചും കൂടെ നന്നായിട്ടുണ്ട്. അങ്ങനെ അത് നന്നായിട്ട് കുഴച്ച് എണ്ണ ഞാൻ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. ഇപ്പം നമുക്ക് ഏത് ഓയിൽ ഉപയോഗിക്കണമെന്ന് വെച്ചാൽ അതിൽ നമുക്ക് വറുത്തെടുക്കാം. ആദ്യം നല്ല ചൂടാക്കുക എണ്ണ, പിന്നെ ഇത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ഇട്ടാൽ മതി, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പം ഞാനിതിങ്ങനെ എടുത്തിട്ട് നടുവിലൊരു ഹോളൊക്കെ ഇട്ടു. അതങ്ങനെ ആവശ്യമൊന്നുമില്ല, ഞാൻ വെറുതെ ഒരു ഷേപ്പ് കൊടുത്തതാണ്. നമ്മൾ ഉള്ളിവട അങ്ങനെ അതിൽ നിന്ന് എടുത്തിട്ട് അങ്ങനെ തന്നെ ഇട്ടാൽ മതി. അപ്പോൾ കുറേ നേരം ഒരു സൈഡ് ഇങ്ങനെ ഇട്ട് വയ്ക്കരുത്, അപ്പോൾ ആ സൈഡ് ഭയങ്കര ബ്രൗൺ ആയി പോവും. അപ്പോൾ ഇങ്ങനെ വിട്ട് പോരാറാവുമ്പോൾ വേഗം തന്നെ മറിച്ചിടുക. അങ്ങനെ മറിച്ചും തിരിച്ചും ഇട്ടിട്ട് ചെറുതായിട്ട് കളറ് മാറി ഇങ്ങനെ ഒരു ബ്രൗൺ കളറാകുമ്പോൾ നമ്മൾ എടുക്കുക. കരിയാൻ നിൽക്കണ്ട. പുറത്തെ ഉള്ളിയൊക്കെ ചെറുതായിട്ടൊന്നും കരിഞ്ഞ പോലൊക്കെ തോന്നും കേട്ടോ, പക്ഷെ കുഴപ്പമില്ല, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും. നമുക്ക് തീ കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് കുറച്ച് വെച്ചാൽ മതി. അതുപോലെ തന്നെ കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് കൂട്ടിയും വെക്കുക. അങ്ങനെ കൂട്ടിയും കുറച്ചൊക്കെ വെച്ചിട്ട് തീ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ബൈ.